അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? വണ്ടി എടുക്ക്. എന്താ അനുസരണ ഇടി വച്ചേരും ഞാൻ. വിട്ടോ. ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളോ. ഇത് ഈ നാട്ടുകാരുടെ മനസ്സിന്റെ ഒരു സന്തോഷ പ്രകടന. എന്തേ? അതിരാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദൻ കുറിപ്പ് പറഞ്ഞില്ലേ? മുഖ്യമന്ത്രിക്ക് 515 രൂപ കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് കൂടി പാഴ്സലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവും. സാധാരണക്കാരുള്ള കിളിയന്തര സ്വദേശി ഒരു സാധാരണക്കാർ ഒരു കർഷകൻ താൻ ലോൺ അടക്കാൻ സാധിക്കാത്ത ഒരു നിമിഷത്തിൽ വാരി കോരി തന്നാ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എന്റെ ഒന്നുമില്ല. തീർന്ന് അവസാനം ഈ വീടും പറമ്പ് മാത്രമായി. തന്റെ ലോൺ അടക്കുന്നതിൽ നിന്ന് കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ് 4 ലക്ഷം രൂപയാണ് പരാതി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തതെങ്കിൽ ഒരുമാതിരി കിന്നാരവും പറഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. 515 രൂപയാണ്. ഇതിൽ നിന്നും 1 രൂപ കുറയില്ല. സാധാരണക്കാരന് ഇത്രയും വലിയ ദൂർത്തും മാമാങ്കവും നടത്തിയ മന്ത്രിസഭയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കുറച്ചു കൊടുത്തു. സകല ത്യാഗം സഹിച്ച് പോയി വരുമ്പോ കിട്ടുന്ന പ്രതിഫലം ഇതൊക്കെയല്ലേ? മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. പിണറായി വിജയൻ ഈ 515 രൂപയുടെ പേര് പറഞ്ഞ് സാധാരണക്കാരെ വീണ്ടും പറ്റിക്കാനും ദൂർത്തടിക്കാനും ഈ കണക്കിന് പോയി നിങ്ങൾക്ക് എന്നെ റോഡാ തരാൻ ഇതിൽ നിന്ന് കൈയിട്ട് വാരാനും ഒക്കെ ശ്രമങ്ങൾ നടത്തുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ പൈസ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വലപ്പാട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ പിരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് 515 രൂപ കൊടുക്കുക. അത് മോശമായി പോയി. നമ്മൾ പറഞ്ഞതും കുറച്ച് കൂടി പോയി. ഇനി ഇത് തീർക്കാനാ പാട്. അതേ സാധാരണ നമ്മൾ കണ്ടു യാത്രയിലുടനീളം ഭക്ഷണം കഴിച്ചു 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത് പാലിൽ കുതിർത്ത അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട പിണറായി വിജയന്റെ ശീലം. ഒരു ഗ്ലാസ് പാലെടുക്കൂ. മിൽക്ക്. ഇത് പഴങ്കഞ്ഞിയാലോ? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി അണ്ടിപ്പരിപ്പ് കൂടി പാഴ്സലായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്റെ തേക്കുണ്ടല്ലോ ഇങ്ങോട്ട് പറിച്ചതാ. കോതമ്പുടിയിട്ട് വെച്ചാ മതി. സമാധാനമായി. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.